ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മസിൽ ഗ്രിഡ് 6.2 കിലോ വാട്ട് ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ചെറിയൊരു ലോഡ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ സ്ക്രീനാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൊഡക്ഷൻ എത്രയുണ്ട്, പിന്നെ എത്ര നമ്മൾ യൂസ് ചെയ്യുന്നു, ലോഡ് എത്രയുണ്ട്, പിന്നെ ബാറ്ററി സൈഡിൽ ഒരു 2 ആംപിയറിൻ്റെ കാലിബ്രേഷൻ മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യാം. അതും കമ്മ്യൂണിക്കേഷനോടെ ചേർത്തിട്ട് സൈഡിലായിട്ട് ഞാൻ എൻ്റെ ഇതിൻ്റെ സ്പെക് കോഡ് ഒന്ന് കാണിച്ചേക്കാം നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ മെയിൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്കർ ട്രിപ്പായത് 2 കിലോ വാട്ടിന് മുകളിൽ പോയതുകൊണ്ടാണ് ഞാൻ ആ ബ്രേക്കറിനെ റീസെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ 2 കിലോ വാട്ടിന് മുകളിൽ പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ നോക്കാം. പ്രൊഡക്ഷൻ 2 കിലോ വാട്ടാണ് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ലോഡ് 2.75 കിലോ വാട്ടാണ്. പിന്നെ ഇതിൽ നമുക്ക് ഇപ്പോൾ അഡീഷണൽ കുറച്ച് ലോഡ് കൂടെ കൊടുത്ത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ലോഡ് ടെസ്റ്റിംഗ് ചെയ്യാം. ഇപ്പോൾ 4 കിലോ വാട്ട് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡീഷണലായിട്ട് ചെയ്ത ചേഞ്ചസ് ഞാനിപ്പോൾ കാണിക്കാം. ഇപ്പോൾ ബാറ്ററിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. മസിൽ ഗ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഒരു ചെറിയൊരു ലോഡ് ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു LED നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സോളാറിൽ നിന്നാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിലുള്ള പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ വരുന്ന പ്രൊഡക്ഷൻ 19% ലോഡ് ഇൻവെർട്ടറിലുണ്ട്. അതായത് 1.17 കിലോ വാട്ട്. പ്രൊഡക്ഷൻ ടോട്ടൽ 1.2 കിലോ വാട്ട് പ്രൊഡക്ഷൻ ഉണ്ട്. ബാറ്ററിയിൽ നിന്നൊന്നും എടുക്കുന്നില്ല. അതായത് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, സോളാറിൽ നിന്ന് വരുന്ന ആംബിയർ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഗ്രാജുവലി ലോഡ് കൂട്ടാം. ഇപ്പോൾ ഉള്ളത് 1.16 കിലോ വാട്ടാണ്. ഞാനിപ്പോൾ എക്സ്ട്രാ ഒരു 1500 വാട്ട്സിൻ്റെ ഒരു ഇൻഡക്ഷൻ റോഡ് ഓൺ ചെയ്യാം. അതായത് ഇപ്പോൾ ഈ ഒരു സോൺ ഓഫിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വ്യത്യാസം നോക്കാം. ഇത് ഏകദേശം ഇത് 1500 വാട്ട്സ് ആണെങ്കിലും ഇത് നമുക്ക് എത്ര വാട്ട്സ് എടുക്കുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഇൻഡക്ഷൻ റോഡ് ഓൺ ചെയ്ത സമയത്ത് ഇവിടെ ഡിസ്പ്ലേയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ 2.39 കിലോ വാട്ട് ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇൻവെർട്ടറിൻ്റെ പ്രൊഡക്ഷൻ 8.8 ആംപിയർ, 1.3 കിലോ വാട്ടാണ് സോളാറിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ബാറ്ററിയിൽ നിന്നായിരിക്കും എടുക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം ബാറ്ററിൻ്റെ സ്റ്റാറ്റസ്. ഓക്കെ, ബാറ്ററിയിൽ നിന്നാണ് ഇപ്പോൾ ഒരു 1000 വാട്ട്സ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപക്ഷെ ഇപ്പോൾ നല്ല പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയമായിരിക്കാം. പക്ഷേ ഒരു 2 മണി ആയിട്ടില്ല, ഒരു 1.5 മണി ആയതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഒരു ലോഡും കൂടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ലോഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സോളാറിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്, അപ്പം ബാറ്ററിയിൽ നിന്നായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ നല്ലൊരു പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് കണ്ടിന്യൂ ചെയ്യാം. സോളാറിന് എത്ര വരെ കിട്ടുന്നുണ്ട്. ഇടയ്ക്കൊരു 2 കിലോ വാട്ടിന് മുകളിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും അത്ര പ്രൊഡക്ഷൻ വരുന്നില്ല. 1.3 കിലോ വാട്ടേ ഇപ്പോൾ പ്രൊഡക്ഷൻ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഇതൊരു 4 കിലോ വാട്ട് അടുപ്പിച്ച് ലോഡ് എടുക്കുന്നുണ്ട്. നമുക്കിവിടെ ബാറ്ററി നോക്കി കഴിഞ്ഞാൽ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്ന അറിയാൻ പറ്റും. ബാറ്ററിന് ഏകദേശം 3000 വാട്ട്സ് ബാറ്ററിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു ലോഡ് ടെസ്റ്റായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതൊന്നും നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പോൾ ഞാൻ അഡീഷണൽ ലോഡ് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സോൺ ഓഫ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 151 വോൾട്ട് വരുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന 8.3 ആംപിയറും 1.23 കിലോ വാട്ടാണ് പ്രൊഡക്ഷൻ ഉള്ളത്. നമുക്കിപ്പോൾ ബാറ്ററിയുടെ സ്റ്റാറ്റസ് നോക്കാം. ബാറ്ററി ഇപ്പോൾ ഡിസ്ചാർജിങ് കൊണ്ടുപോകും. ബാറ്ററിയിൽ നിന്നിപ്പോൾ ഒരു 1 ആംപിയറിൽ ഒരു 106 വാട്ട്സ് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ ലോഡ് കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരെണ്ണം നമുക്ക് പറ്റുമെങ്കിൽ പിന്നീട് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്കിത് കമ്മ്യൂണിക്കേഷൻ കൂടെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. കാര്യം ഇപ്പോൾ ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്കിവിടെ RS485 CAN കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതിന് ഈ CAN കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ RS485 കമ്മ്യൂണിക്കേഷൻ ഇതുമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കി സ്റ്റാറ്റസ്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് സോളാറിൽ നിന്ന് സോളാർ ചാർജിങ് ഞാനിവിടെ ആംബിയർ കുറച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ എൻ്റർ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയിലേക്ക് പോകുന്ന മാക്സിമം 20 ആംബിയറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇവിടെ 0.2 സെറ്റ് ചെയ്യുന്നത്. 0.2 നമുക്ക് 20 ആംബിയർ മാക്സിമം 20 ആംബിയർ വരുള്ളൂ. പിന്നെ നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ലിഥിയം ബാറ്ററി അല്ല, USC ആണ് ഇട്ടിരിക്കുന്നത്. യൂസർ ഡിഫൈൻഡ് ബാറ്ററിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ലിഥിയം ആക്കിയിട്ടാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. പിന്നെ ഈ USC ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 25-26 സെറ്റിങ്സുകൾ ചെയ്യാൻ പറ്റൂ. 25-26കളിലാണ് നമ്മുടെ കട്ട് ഓഫ് വോൾട്ടും മറ്റു കാര്യങ്ങളും പറയുന്നത്. അത് ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഈ OSO എന്ന് പറഞ്ഞാൽ സോളാർ ഒള്ളിയാണ് ബാറ്ററി ചാർജിങ് ഞാൻ ഉപയോഗിക്കുന്നത്. അടുത്ത് നമുക്ക് വേണ്ടത് 25-26. ഓക്കെ, 26 ഇതിലാണ് CU എന്ന് ഇട്ടിട്ടുണ്ട്. കട്ട് ഓഫ് വോൾട്ട് 55.6 വോൾട്ട് വരെയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. പിന്നെ അത് ഫ്ലോട്ടും കൂടെ കാണിക്കാം. ഫ്ലോട്ട് FLV എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് വോൾട്ടാണ്. ഫ്ലോട്ട് ഞാൻ കൊടുക്കുന്നത് 55.2 ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫാനിൻ്റെ നോയ്സ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നല്ല പ്രൊഡക്ഷൻ ഒന്നാണ്.
ഇല്ല, ആ ഇൻറ്റേർണൽ ഹീറ്റ് കൂടിയാലും ഇതിൻ്റെ ഫാനിൻ്റെ നോയ്സ് വ്യത്യാസമുണ്ട്. ഇപ്പം ആംബിയർ കൂടുതൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 1.9 കിലോ വാട്ട് കിട്ടുന്നുണ്ട് പ്രൊഡക്ഷൻ. ഇപ്പോൾ കുറച്ച് പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്. 35 മുകളിൽ. സോളാർ പാനലിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്നത് 50 ഡിഗ്രി സെൽഷ്യസാണ് കാണിക്കുന്നത്. 30 വോൾട്ട് 15 ആംബിയർ. ഓക്കെ, 2 കിലോ വാട്ട് പ്രൊഡക്ഷൻ ഉണ്ട്. 1.28 ആണ് യൂസ് ചെയ്തുള്ളത്. ബാറ്ററി ചാർജിങ് വേണ്ടെന്ന് നോക്കാം. ബാറ്ററി ചാർജിങ് ഇപ്പോൾ ഒരു 10 ആംപിയർ ബാറ്ററി ചാർജിങ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 2 ദിവസവും ഞാൻ ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മൂന്നാമത്തെ ദിവസം ഞാൻ വീണ്ടും ഒന്നുകൂടെ റീട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ 2 കിലോ വാട്ട് ഉണ്ട്. പിന്നെ 200 വോൾട്ടിൽ താഴെയാണ് VOC. അതുകൊണ്ടായിരിക്കാം 3 കിലോ വാട്ടിൽ നിന്ന് 2 കിലോ വാട്ട് മാത്രം പ്രൊഡക്ഷൻ കിട്ടുന്നത്. ഇനി VOC കൂട്ടി വേറൊരു ദിവസം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ വീഡിയോ ഇടാം. ഇപ്പോൾ ഞാൻ ആൾറെഡി 2.7 കിലോ വാട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ ലോഡ് കൂട്ടാം. ഇപ്പോൾ 3.5 കിലോ വാട്ട് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ ആൾറെഡി യൂസ് ചെയ്യുന്നത് മോട്ടറും ഇൻഡക്ഷൻ കുക്കറും ആണ്. ഇനി അടുത്തൊരു ഇൻഡക്ഷൻ റോഡും കൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ മിക്കവാറും നമുക്കൊരു 4ന് മുകളിൽ കിട്ടും. പിന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ വാട്ട്സും കൂടെ ഒന്ന് കൂട്ടി നോക്കാം. ഇപ്പം 1200 റൺ ചെയ്യുന്നത്. അതിനൊരു 1400 മാറ്റാം. പിന്നെ അത്യാവശ്യം കുറച്ച് റെഗുലർ ലോഡും ഉണ്ട്. അപ്പോൾ ഈ 2 കിലോ വാട്ടിന് മുകളിലുള്ളത് മിക്കവാറും ഇപ്പോൾ ബാറ്ററിയിൽ നിന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ഞാൻ ഒരുപാട് ഡിസ്ചാർജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോൾ 4.8 കിലോ വാട്ട് വരെ പോയിട്ടുണ്ട്. അതായത് ഒരു 5 കിലോ വാട്ട് അടുപ്പിച്ച് ഇപ്പോൾ പോയിട്ടുണ്ട്. ഇതിലെന്തായിരുന്നാലും ഒരു 6 കിലോ വാട്ട് അടുപ്പിച്ച് ലോഡ് ചെയ്യാൻ പറ്റും. കാര്യം ഇതൊക്കെ മിക്കവാറും ഈ ട്രാൻസ്ഫോമർലെസ് ഇൻവെർട്ടറുകളിലെല്ലാം യൂണിറ്റി പവർ ഫാക്ടറാണ് മിക്കവാറും കേസിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിലും ഇവർ 6200 വാട്ട്സ് വരെ ലോഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. 78% ഇപ്പോഴത്തെ ലോഡ് കാണിക്കുന്നത്. അപ്പോൾ 78% ഇപ്പോഴും ലോഡായിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിൽ 6 കിലോ വാട്ട് ഈസി ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വയറും 2.5 സ്ക്വയർ mm ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമുക്കത് വീണ്ടും പറ്റുവാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായവും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.